ജയിക്ക് സാറേ, യൂറോപ്പ് നിലവാരത്തിലാണ് കേരളത്തിലെ ആരോഗ്യരംഗമെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിലേക്ക് കെട്ടിയെടുക്കുന്നത് ചികിത്സിക്കാനായിട്ട്? 4 പേര്, അതിൽ ഒരാൾക്ക് കണ്ണില്ല, ഒരാൾക്ക് മലാശയമില്ല, ഒരാളുടെ വയറ്റിൽ കത്രിക, ഒരു കുഞ്ഞിന് കയ്യുമില്ല. ഇത്രയും വിക്ടിംസിന്റെ മുന്നിൽ വെച്ച് ഒരു ഉള്ളുപ്പുമില്ല. ഇതൊരു കമ്മിക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ആരൊക്കെ ഇദ്ദേഹത്തെ വസ്തുതാപരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് പറയാൻ ഒന്നും ഇല്ലാതിരിക്കെ ഒരു കോമാളിച്ചിരി, ഒരു ചെരച്ച ഒരു ചിരിയുണ്ട്. സത്യത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് ചിരി എന്നല്ല, ഒരു തരം തൊലി. ആരെയാണ് കളിയാക്കി ചിരിക്കുന്നത്? നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണത്തിൽ എത്തിച്ച ജനങ്ങളെയാണോ ജെയ്സി തോമസ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതൊക്കെയും ജനങ്ങൾ കാണണം. കണ്ടിട്ട് വീണ്ടും ഇവർക്ക് തന്നെ കുത്തിക്കൊടുക്കണോ? കണ്ണും കയ്യും തലയും ഒക്കെ പോയിട്ട് ഇതുപോലെ നിങ്ങളും ഇരുന്ന് കരയുമ്പോ ഇയാൾ ഇരുന്ന് ചിരിക്കും. എന്നിട്ട് പറയും കേരളത്തിലെ ആരോഗ്യരംഗം യൂറോപ്പാ, 1-2 കണ്ണും കയ്യും ഒക്കെ പോയെന്നിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. ഇന്ന് നമ്മൾ വറുത്ത് ഓരി എടുക്കാൻ പോകുന്നത് ജെയ്സി തോമസിനെയാണ്. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ സാമ്പത്തിക പിന്തുണകളുടെ കാര്യം മറക്കണ്ട. പബ്ലിക് ഒപ്പീനിയൻ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരായ നിങ്ങൾ അയക്കുന്ന സാമ്പത്തിക പിന്തുണകൾ കൊണ്ടാണ്. വീഡിയോന് റിപ്പോർട്ട് അടിക്കുന്ന പരിപാടി തകൃതിയായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം, നമ്മുടെ വീഡിയോസിന് റീച്ച് ഇപ്പോഴും ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ വരുമാനം ഒന്നും വരാനില്ല. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നതും തുടർന്ന് ഈ വർക്ക് തന്നെ ചെയ്യുന്നതും. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ, ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. പാർട്ട് ടൈം ആയിട്ട് വേറെ ജോബിന് പോയിട്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിറകിൽ ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ കാണുന്ന 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വീഡിയോയുടെ പിറകിലുള്ള വർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പണി എടുത്ത് നോക്കണം. ഞാൻ കുറച്ചും കൂടി നന്നായി ഇത് പറയുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എന്റെ വിമർശനങ്ങൾ കുറുക്കി കൊള്ളുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് എന്റെ വീഡിയോയിൽ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം. ഇനി പൈസ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ലൈക്ക് ചെയ്തും കമന്റ് ചെയ്തും വീഡിയോന്റെ ലിങ്ക് പലർക്കായിട്ട് ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോസ്പിറ്റൽ നെഗ്ലിജൻസ് നമ്പർ 1 കേരളത്തിൽ എത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. അവിടെ വന്നിരുന്ന് സംസാരിച്ചത് ഗുരുതരമായ കൈപ്പിഴ കൊണ്ട് ജീവിതം തന്നെ ഇല്ലാതായി, അല്ലെങ്കിൽ ജീവിതം വേറൊരു ദിശയിലേക്ക് ആയിപ്പോയ മനുഷ്യരാണ്. അവരുടെ മുന്നിലൊക്കെ ഇരുന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ട് സിസ്റ്റത്തിന് തകരാറ് പറ്റി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അത് സർക്കാരിന്റെ തകരാറല്ല. എന്നാൽ ആരോഗ്യരംഗത്ത് ഇന്ന് നേടിയിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും സർക്കാരിൻ്റെതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉളുപ്പില്ലാതെ ന്യായീകരിക്കുകയാണ് ജെയ്സി തോമസ്. ആദ്യത്തെ ഒരു ഇൻസിഡന്റ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. എത്ര വേദനയോടെയാണ് കടന്നുപോയ അവസ്ഥകളെ കുറിച്ച് ആ പെൺകുട്ടി സംസാരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് കാണാം. 2025 ജൂൺ 19 ആയിരുന്നു പ്രസവത്തിനായിട്ട് നെടുമങ്ങാട് അഡ്മിറ്റ് ആവുന്നത്. 19 തന്നെയാണ് പ്രസവം നടന്നത്. പ്രസവം നടന്നിട്ട് അവർ ഈ പ്രസവത്തിന് വേണ്ടി ഇടുന്ന സാധാ നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രസവത്തിന് വേണ്ടി കുഞ്ഞിറങ്ങി വരാൻ വേണ്ടി ഇട്ട ഈ മുറിവ് താഴ്ചയിലായി പോവുകയും ഇത് മലദ്വാരത്തിലുള്ള നരമ്പ് കട്ടാവുകയാണ് ചെയ്തത്. പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് വീണ്ടും ഈ വിഷയം ആയപ്പം വീണ്ടും പ്ലാസ്റ്റിക് നടത്തി 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മലവും വെച്ച ഈ പ്ലാസ്റ്റിക് സർജറി നടത്തി ചെയ്ത ചതയും എല്ലാം കൂടെ ആയിട്ട് തിരിച്ചു പോയി. ഈ കാര്യം ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ശകലം കുടൽ മാത്രം എടുത്ത് വെളിയിൽ വെച്ചോളായിരുന്നു, ഇനി മുഴുവനായിട്ടും കുടൽ വെളിയിൽ വെക്കണം, എന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും എന്നെ കൊളോസ്റ്റമി 2ാമത് ചെയ്തു. അപ്പൊ 3 ശസ്ത്രക്രിയ മാത്രം മെഡിക്കലി ചെയ്തു. ഇതിന് നിങ്ങളാണെങ്കിൽ എന്ത് മറുപടി പറയും? നിങ്ങൾക്ക് ഒരു മനുഷ്യനായിരിക്കെ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാൻ സാധിക്കും? ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മളും, അല്ലെങ്കിൽ ഈ സർക്കാരിനെ വോട്ടിട്ട് ജയിപ്പിച്ച ഈ സ്ഥാനത്തിരുത്തിയത് നമ്മളാണ് എന്നതുകൊണ്ട് തന്നെ സോറി എന്നൊരു വാക്കല്ലാതെ, ഖേദിക്കുന്നു എന്നല്ലാതെ, ഇതിന് ശരിയാക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നല്ലാതെ മറ്റൊരു വാക്കും ന്യായീകരണത്തിന്റെ പേരിൽ മിണ്ടാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ മനുഷ്യർക്കാണ് അത് സാധിക്കുക. കമ്മ്യൂണിസ്റ്റുകൾക്ക് മിണ്ടാൻ പറ്റും. ജയിക്കിന്റെ മിണ്ടൽ കണ്ടു. ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏക അഭിപ്രായമുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയ. കണ്ടില്ലേ, യൂറോപ്പിന് സദൃശ്യമാണ്. ആ യൂറോപ്പിലാണ് പ്രസവത്തിന് വന്നൊരു സ്ത്രീയുടെ മലാശയം കീറി വിട്ടിട്ട് സ്വാഭാവികമായി നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റാതെ ശരീരത്തിന്റെ പുറത്ത് മറ്റൊരു ബാഗ്, അത് യൂറിൻ ബാഗ് അല്ല, മലം പുറത്തു വരുന്ന ബാഗുമായിട്ട് ആ സ്ത്രീ ഇപ്പോൾ ജീവിക്കേണ്ടി വരുന്നത്. ഏത് യൂറോപ്പിലാണ് ഇത് സംഭവിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ജയിക്ക് സാറേ, യൂറോപ്പ് നിലവാരത്തിലാണ് കേരളത്തിലെ ആരോഗ്യരംഗമെങ്കിൽ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്തിനാണ് അമേരിക്കയിലേക്ക് കെട്ടിയെടുക്കുന്നത് ചികിത്സിക്കാനായിട്ട്? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നതാ. യൂറോപ്പ് ഇവിടെയാണെങ്കിൽ ഇവിടെ നിന്നാ പോരെ. മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്ന അത്രയും ക്ലാസ് ചികിത്സ കേരളത്തിൽ വേറെ ഒരാൾക്കും ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ഒരു വർഷം ശരാശരി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം ജനറൽ ആശുപത്രി നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. 2,45,000 സർജറിക്കകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 43 പരാതികൾ വന്നിട്ടുണ്ട്. ഈ 43 പരാതികളുടെ പേരിൽ
ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ പർവ്വത സദൃശ്യമായ ജോലിയെടുത്ത നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവരൊക്കെ അഹോരാത്രം ജോലി ചെയ്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പൊ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,45,000-ലധികം വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല, അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. അത് മലയാളികൾ തിരിച്ചറിയണമെന്നുള്ള അഭിപ്രായം. കണ്ടോ, ഒരു മനുഷ്യനെ സാധിക്കുമോ? ഞങ്ങൾ 2 ലക്ഷം സർജറികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അത് ശ്രദ്ധിക്കണം, 2 ലക്ഷം സർജറികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. 43 പരാതി വന്നിട്ടുണ്ട്. 43 പരാതി അല്ലേ വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കുകയാണ്. 4 പേര്, അതിൽ ഒരാൾക്ക് കണ്ണില്ല, ഒരാൾക്ക് മലാശയമില്ല, ഒരാളുടെ വയറ്റിൽ കത്രിക, ഒരു കുഞ്ഞിന് കയ്യുമില്ല. ഇത്രയും വിക്ടിംസിന്റെ മുന്നിൽ വെച്ച് ഒരു ഉള്ളുപ്പുമില്ല. ഇതൊരു കമ്മിക്കല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുക? ഇവരിതെല്ലാം പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു ഊളച്ചിരിയുണ്ട്. നമ്മൾ പലപ്പോഴായിട്ട് ഇദ്ദേഹം പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ അത് കണ്ടിട്ടുള്ളതാണ്. ആരൊക്കെ ഇദ്ദേഹത്തെ വസ്തുതാപരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു, ഇദ്ദേഹത്തിന് പറയാൻ ഒന്നും ഇല്ലാതിരിക്കെ ഒരു കോമാളിച്ചിരി, ഒരു ചെരച്ച ഒരു ചിരിയുണ്ട്. സത്യത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് ചിരി എന്നല്ല, ഒരു തരം തൊലി. ആരെയാണ് കളിയാക്കി ചിരിക്കുന്നത്? നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, ഭരണത്തിൽ എത്തിച്ച ജനങ്ങളെയാണോ ജെയ്ക്സി തോമസ്? എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ചിരി അസഹനീയമാണ്. നിങ്ങൾക്കൊന്ന് ചിരിക്കാതെങ്കിലും ഇരിക്കാം ഇത്തരം വിക്ടിമുകൾ സംസാരിക്കുന്ന സമയത്ത്. ബാക്കി ഓരോരുത്തരുടെയും കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അടുത്തൊരു വീഡിയോ കൂടി കണ്ടോ. ബൈക്കിലാണ് കൊണ്ടുപോയത്. ബൈക്കിൽ കൊണ്ടുപോയി എൻ്റെ നെഞ്ചത്ത് കടത്തിയിട്ട് സാറെ കൊണ്ടുപോയത്. ഞാൻ കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. അവിടെ പോയി ഇത് അഴിച്ചു നോക്കുമ്പോൾ കൈ അങ്ങനെ കറുപ്പ് കളറായി. ബ്ലഡ് ഓട്ടം ഇല്ലായിരുന്നു. ബ്ലഡ് ഓട്ടം നിന്നു എന്നൊക്കെ പറഞ്ഞു. ശരി പറഞ്ഞു. ഞങ്ങൾ അവരെല്ലാം മിടുപ്പൊക്കെ നോക്കണ്ടായിരുന്നു. കൈയിൻ്റെ മിടുപ്പൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഇത് കുഴപ്പമില്ല, ബ്ലഡിൻ്റെ നരമ്പ് എടുത്ത് വിട്ടാൽ ശരിയാവും ഞങ്ങളോട് പറഞ്ഞു പാലക്കാട്ടിൽ നിന്ന്. ഒരു 2-3 ലക്ഷം രൂപയാവും പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ അത്രയൊന്നും പൈസ ഇല്ല, ഞങ്ങൾ വാടക വീട്ടിലായിരിക്കണം, അന്നന്ന് കൊണ്ടുവന്ന് കഴിയുന്നവരാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടെ ഇല്ല. പിന്നെ ഉള്ളത് കോഴിക്കോടാണ് പറഞ്ഞു. അപ്പോൾ 11 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പോയി എത്തുമ്പോൾ 2:15 ഐസിയിൽ കയറ്റി 2 മണി അങ്ങനെ ആകുമ്പോഴേക്കും കൈയും കട്ട് ചെയ്യണം പറഞ്ഞിട്ട് പറഞ്ഞു. അവർ പറഞ്ഞു നമുക്ക് ശ്രമിച്ചു നോക്കാന്നൊക്കെ പറഞ്ഞ് അവർ കമ്പിയെല്ലാം മേടിച്ച് വെച്ച് എല്ലാം നോക്കി. പക്ഷെ പറ്റില്ല, കൈ അത്രയും അഴുകിപ്പോയി. കാരണം കൈ നമ്മൾ എടുത്താൽ അത്ര അഴുകി വരും. കാരണം ഇവിടുന്ന് പാലക്കാട്ടിൽ നിന്ന് മെഡിക്കൽ കോളേജ് വരെയും ഇവിടെ കിടന്നിട്ട് തന്നെയുണ്ട്. ബാത്റൂമിൽ പോകാനടക്കം എണിക്കാൻ പറ്റില്ല. അത്രയും ക്രിട്ടിക്കലായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയത്. കട്ട് ചെയ്യേണ്ട, അതെന്തിനു കട്ട് ചെയ്യാൻ പറഞ്ഞ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് പഴുപ്പ് കയറിയ കുട്ടീൻ്റെ ജീവനടക്കം പോകും പറഞ്ഞ് പിന്നെ കട്ട് ചെയ്തു അവര്. പിന്നെ പിറ്റേ ദിവസം വിളിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലമ്മ എൻ്റെ കൈയോടെ ചോദിച്ചു. ഞാൻ അപ്പം മടക്കി വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച്. അപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടില്ല, എൻ്റെ കുട്ടീൻ്റെ കൈ മുറിച്ചത് കണ്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കാണാനുള്ള ഇതില്ലായിരുന്നില്ല. അപ്പൊ കണ്ടോ, ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ മറുപടി ഉണ്ട്. കത്രിക കുടുങ്ങിയ വ്യക്തികളെ സമരപ്പന്തലിൽ സന്ദർശിച്ചിട്ടുണ്ട് മന്ത്രി വീണ ജോർജ് എന്നും 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഞാൻ നേരത്തെ പറഞ്ഞ ആ തൊലിഞ്ഞ ചിരി കണ്ടോ. എന്തായാലും ഇവർ തന്നെ പറഞ്ഞു, അവർ നടത്തിയ സമരപ്പന്തലിലേക്ക് നേരിട്ട് വന്നെത്തി അവരോടൊപ്പമാണ് എന്ന് ഐക്യദാർഢ്യം അറിയിച്ചു. പക്ഷെ ബഹുമാനിയായ കോൺഗ്രസിന്റെ നേതാവിന് അക്കാര്യത്തിൽ കാര്യമായ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. 1 രൂപ കൊടുത്തിട്ടില്ലെന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ ആർക്കായാലും ഒരു രോഷം വരും അല്ലെ? അപ്പൊ ബാധിക്കപ്പെട്ട വ്യക്തികൾക്ക് എത്രത്തോളം ദേഷ്യം വരും? ആ ചേച്ചിയുടെ ഭർത്താവ് ആർക്കാടാ 2 ലക്ഷം കൊടുത്തത് എന്ന് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടോ. എവിടെയാണ് ആ സർക്കാർ തന്നത് പറഞ്ഞേ. 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ആ 2 ലക്ഷം നമുക്ക് പിന്നെ പരിഹാരമല്ലാത്തത് കൊണ്ട് അതവര് വാങ്ങിയിട്ടില്ല. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. കണ്ടോ, അപ്പോൾ വളരെ ചിരഞ്ഞുകൊണ്ട് 2 ലക്ഷം ഓഫർ ചെയ്തു, പക്ഷെ വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വൈഫിനാണെങ്കിൽ നിങ്ങൾ 2 ലക്ഷം വാങ്ങിച്ചിട്ട് ഓക്കെ പോട്ടെ കുഴപ്പമില്ല എന്ന് വെക്കുവോ? അത്രയ്ക്കേ ഉള്ളോ നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. പക്ഷെ അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യമുണ്ട്. ഇവിടെ CPM-ന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർക്കൊന്നും ചികിത്സയ്ക്കൊന്നും യാതൊരു കുറവുണ്ടാവില്ല. ഇതുപോലുള്ള സിസ്റ്റം തകരാറ് കൊണ്ടുള്ള നെഗ്ലിജൻസ് ഒന്നും അവരുടെ കാര്യത്തിൽ ഉണ്ടാവില്ല. അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റഹീമിന്റെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, അത് കണ്ടാൽ മതി. ചുമ്മാ അടിച്ചു നോക്കിയാൽ മതി റഹീമിന്റെ ഇന്റർവ്യൂ. അതിനകത്ത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ഒരു രോഗം വന്നപ്പോ
അതെന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് സമയം എടുത്തു. കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഉടനെ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ വിളിക്കുകയും മുഖ്യമന്ത്രി ഉടനെ തന്നെ മെഡിക്കൽ ടീമിനെ എല്ലാം അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് ലോകോത്തര നിലവാരം, ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ യൂറോപ്പ് നിലവാരത്തിലുള്ള ചികിത്സ നൽകി ദിവസങ്ങൾ കൊണ്ട് അവരെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന ആ ഒരു കഥയാണ് എ റഹീം പറയുന്നത്. ആ ഒരു യഥാർത്ഥ സംഭവത്തെ പറ്റിയാണ് അദ്ദേഹം വിവരിക്കുന്നത്. എ റഹീമിന്റെ ഭാര്യ ആയതുകൊണ്ട് പിണറായി വിജയനെ നേരിട്ട് വിളിക്കാനുള്ള ആ ഒരു സ്വാധീനം ഉണ്ടായതുകൊണ്ട് ജെയ്ക് തോമസിനും സ്വാഭാവികമായതുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചിരിക്കാം. ഇതുപോലെ വിക്ടിംസിന്റെ മുഖത്ത് നോക്കി ന്യായീകരിക്കാം. 2 ലക്ഷം രൂപ വാങ്ങി സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യേണ്ട ഗതികേട് തനിക്ക് ഒരിക്കലും ഉണ്ടാകില്ലെന്ന ഉറപ്പുകൂടിയാണ് ജെയ്ക്കിന്റെ ഈ ചിരിക്ക് പിന്നിൽ. അതെ, വളരെയധികം സ്വജനപക്ഷപാതമുള്ള ഒരു പാർട്ടിയാണ് CPM. അത് ഏറ്റവും നന്നായി അറിയാവുന്നത് CPM-ല് ഇങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കാണ്. 2 കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ ഭയങ്കരമായിട്ട് അരോചകമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ അച്ചടി ഭാഷയിലുള്ള മലയാളം. നമ്മളൊന്നും സംസാരിക്കുന്നത് പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മലയാളമേ അല്ല. പർവ്വത സദൃശ്യമായ പണിയെടുത്ത ആരോഗ്യ പ്രവർത്തകർ എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം ഇംഗ്ലീഷ് ബഹിഷ്കരിച്ചുകൊണ്ട് മലയാളം പറയാൻ ശ്രമിക്കുകയാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റൊന്നാണ് ഇദ്ദേഹത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ചിരി. സഹിക്കാൻ വയ്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഇദ്ദേഹം 3 തവണയും പുതുപ്പള്ളിയിൽ മത്സരിച്ച് തോറ്റു പോയതെന്ന് ചോദിച്ചാൽ, ഓരോ വീട്ടിലും ചെന്ന് കൈ കൂപ്പി ഈ ചിരി അങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ അവർ വിചാരിക്കും, ഓ ഇവന് വോട്ട് കുത്തണ്ട, അത്ര കസഹനീയം പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും എന്താ പറയുന്ന, ഒരുത്തൻ അപകടം പറ്റി ആശുപത്രി കിടക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയുന്നതെന്നും പറഞ്ഞ് കാരണക്കുറ്റിക്കൊന്ന് കൊടുത്തതുപോലെ സത്യം പറഞ്ഞാൽ കൊടുക്കാനായിട്ട് തോന്നിപ്പോകുന്നുള്ളത്. ആളുകളുടെ ഈ വിഷമിച്ച് കണ്ണില്ലാതെ ഒരു കൊച്ചിന്റെ കൈ മുറിച്ച വേദനയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന, കത്രിക വയറ്റിൽ വെച്ചതും അതുകൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകളും പറയുന്ന ഒരു മനുഷ്യരുടെയൊക്കെ മുന്നിലിരുന്ന് ഈ ചിരിക്കുന്നത് കാണുമ്പോൾ സഖാക്കന്മാർക്കല്ലാതെ വേറൊരാൾക്കും ഇത് സാധിക്കില്ല. ഇവർ പറയുന്ന കേട്ടാ തോന്നും 2014 മുതലാണ് ഇന്നിപ്പോ കാണുന്ന കേരളം ഉണ്ടായതെന്ന്. ആരോഗ്യ രംഗത്ത് ഇതുപോലെ സർജറികളൊക്കെ വളരെ എണ്ണത്തിൽ കൂടുതൽ നടക്കുന്ന കേരളം ഉണ്ടായത്. അതിന് മുമ്പ് കേരളം ഇല്ലായിരുന്നോ? എത്ര എയിംസ് CPM-ന്റെ സംഭാവനയായിട്ട് ഈ കേരളത്തിലുണ്ട്? ഒന്ന് എണ്ണി പറഞ്ഞേ. എണ്ണം വളരെ സുഖമാണ്. കയ്യിലെ 10 വിരലിന്റെ ആവശ്യം പോലും വരില്ല. എന്തെങ്കിലുമൊക്കെ ആരോഗ്യരംഗത്ത് സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസ് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ? ഉമ്മൻചാണ്ടി പണിത കെട്ടിടം പൊളിഞ്ഞു വീഴുമ്പോഴും കുഴി കിടക്കുന്ന ഉമ്മൻചാണ്ടിയെ കുറ്റം പറയുന്നവരല്ലേ നിങ്ങൾ? പക്ഷേ നിങ്ങൾ ഭരിക്കുമ്പോൾ സിസ്റ്റത്തിനാണ് തകരാറ്, അല്ലാതെ നിങ്ങളുടെ ഭരണത്തിനല്ല. ജെയ്സി തോമസെ, താങ്കൾ ഇനിയും ന്യായീകരിക്കും. ഇതൊക്കെയും ജനങ്ങൾ കാണണം. കണ്ടിട്ട് വീണ്ടും ഇവർക്ക് തന്നെ കുത്തിക്കൊടുക്കണോ? കണ്ണും കൈയും തലയും ഒക്കെ പോയിട്ട് ഇതുപോലെ നിങ്ങളും ഇരുന്ന് കരയുമ്പോൾ ഇയാൾ ഇരുന്ന് ചിരിക്കും. എന്നിട്ട് പറയും കേരളത്തിലെ ആരോഗ്യരംഗം യൂറോപ്പാ, 1-2 കണ്ണും കൈയും ഒക്കെ പോയെന്നിരിക്കും, അതൊന്നും കാര്യമാക്കണ്ട. എങ്ങനെ ഇരിക്കുന്നു? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.